11 മണിയോടെയായിരുന്നു സംഭവം. സെൻട്രൽ ജയിലിലാണ് അഫാൻ ഉള്ളത്. റിമാൻഡ് തടവുകാരനായി സെൻട്രൽ ജയിലിലാണ് ഉള്ളത്. അവിടെയാണ് ശുചിമുറിയിൽ അയാൾ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സെൻട്രൽ ജയിലിൽ നിന്ന് അറിയുന്ന വിവരം ജീവനോടുകൂടി ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗുരുതരമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഗുരുതരാവസ്ഥയിലാണോ ഇയാൾ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും ആരോഗ്യത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അഫാനെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. 11 മണിയോടുകൂടിയായിരുന്നു സംഭവം. വെഞ്ഞാറമൂട് കുട്ടക്കൊല കേസിലെ പ്രതിയാണ് ഇയാൾ. നേരത്തെയും ആത്മഹത്യാ പ്രവണത കാണിച്ചിട്ടുള്ളയാളാണ്. നേരത്തെ തെളിവെടുപ്പിനായി കൊണ്ടുവരുമ്പോൾ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിലും ഇതുവരെ ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. അന്ന് ഇയാൾ പുറത്തേക്ക് ചാടാനാണ് ശ്രമിച്ചത്. നേരിയ പരിക്ക് ഇയാൾക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇയാളുടെ മാനസികത പരിശോധിക്കുകയും ഇയാൾക്ക് ശക്തമായ സുരക്ഷ ഒരുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ആത്മഹത്യാ പ്രവണതയെല്ലാം മാറി ഇയാൾ നോർമലായി എന്ന വിലയിരുത്തൽ ജയിൽ അധികൃതരും പോലീസും ഒക്കെ നടത്തിയത്. പക്ഷെ അതിനിടെയാണ് ഇന്ന് രാവിലെ ഇയാൾ ആത്മഹത്യാ ശ്രമം നടത്തിയത്. ശുചിമുറിയിൽ ആണ് ആത്മഹത്യാ ശ്രമം നടത്തി മരിക്കാനുള്ള ശ്രമമായിരുന്നു. സാധാരണഗതിയിൽ ഈ റിമാൻഡ് പ്രതികൾക്ക് തൂങ്ങി മരിക്കാൻ അത്തരം പ്രവണതയുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിലും അത്തരത്തിലുള്ള വസ്തുക്കൾ, അതായത് മുണ്ട്, തോർത്ത് തുടങ്ങിയ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് നൽകാറില്ല. അവർക്ക് ശരിയിൽ അത്തരം സൗകര്യങ്ങൾ നൽകാറില്ല. വളരെ കൃത്യമായ നിരീക്ഷണം ഉണ്ടാകും. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇയാൾ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്? എന്താണ് ഇയാൾക്ക് എന്തുപയോഗിച്ചാണ് വസ്ത്രം ഉപയോഗിച്ചാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കയറോ മറ്റോ ഇയാൾക്ക് ആ ഘട്ടത്തിൽ സംഘടിപ്പിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പ്രാഥമിക വിവരം മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. ഇയാളുടെ ആരോഗ്യനില അത്ര മെച്ചമല്ല എന്ന സൂചനയായി കൂടി വേണമെങ്കിൽ ജയിൽ അധികൃതരുടെ ഈ പ്രതികരണത്തെ നമുക്ക് കാണാം. ജീവനോട് കൂടിയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്നാണ് ജയിലിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥർ അല്പസമയം മുമ്പ് നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അതാണ് ആരോഗ്യനില മോശമാണോ അല്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നമുണ്ടോ എന്ന സംശയം ഉയരാൻ കാരണം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. 11 മണിയോടുകൂടി അഫാൻ, വെഞ്ഞാറമൂട് കുട്ടക്കൊല കേസിലെ പ്രതി, സ്വന്തം അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ആളാണ്. സഹോദരനെയും കാമുകിയെയും അടുത്ത ബന്ധുക്കളെയും കൊലപ്പെടുത്തിയ ആളാണ്. അങ്ങനെയുള്ള പ്രതി ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നു. ഇയാൾ ആത്മഹത്യാ പ്രവണതയുള്ള ആളാണ്. നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയിരുന്നതാണ്.